സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കെത്തി ഹുറൂബ് കേസിൽപ്പെട്ട 3000-ലേറെ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഈ വർഷം സൗകര്യമൊരുക്കിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഇഖാമയുടെ കാലാവധി തീർന്ന 2900 ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യവും ഒരുക്കി. അടുത്ത ഹജ്ജിന് 1.25 ലക്ഷമായിരിക്കും ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ടയെന്നും കോൺസുലേറ്റ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പരിധിയിൽപ്പെട്ട 300ഓളം ഇന്ത്യക്കാരുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കോൺസുലേറ്റ് ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ വെൽഫെയർ ആൻഡ് പ്രസ് ഇൻഫർമേഷൻ കോൺസൽ മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ഹുറൂബ് കേസിൽപ്പെട്ട 3092 ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യമൊരുക്കി. ഇഖാമയുടെ കാലാവധി തീർന്ന 2900ഓളം ഇന്ത്യക്കാർക്ക് ഫൈനൽ എക്സിറ്റ് ലഭ്യമാക്കിയതായും മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ജിദ്ദയിൽ മാധ്യമപ്രവർത്തകർക്കായി കോൺസുലേറ്റ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന 400ഓളം ഇന്ത്യക്കാരുമായി ഓൺലൈൻ വഴി കോൺസുലേറ്റ് പ്രതിനിധികൾ സംസാരിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും 15 ലക്ഷത്തോളം രൂപയുടെ സഹായം നൽകി. 1200ഓളം ഇന്ത്യക്കാരാണ് കോൺസുലേറ്റ് പരിധിയിൽ ഈ വർഷം മരണമടഞ്ഞത്. ഇതിൽ 219 മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും 981 മൃതദേഹങ്ങൾ സൗദിയിൽ തന്നെ സംസ്കരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു. മരിച്ചവർക്ക് നഷ്ടപരിഹാരമായി 5 കോടിയിലേറെ രൂപയും ശമ്പള കുടിശ്ശികയും മറ്റുമായി 2 കോടിയിലേറെ രൂപയും കോൺസുലേറ്റ് ഇടപെട്ട് ലഭ്യമാക്കി. തടവിൽ കഴിയുന്ന ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി 25 തവണ ജയിൽ സന്ദർശനം നടത്തി. ജയിലുകളിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലയക്കാൻ ജനുവരി മുതൽ നവംബർ വരെ 1404 ജനറൽ എമർജൻസി സർട്ടിഫിക്കറ്റുകളും 2554 എമർജൻസി സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്തു. ജനുവരി 19 ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഹജ്ജ് കോട്ട അടുത്ത ഹജ്ജിനും 1,75,025 ആയിരിക്കുമെന്നും മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.